അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. നിങ്ങളിൽ പലരും ഇതുപോലെ ഉണ്ടാവും. നമ്മളിൽ പലരും ഈ സ്വഭാവമുള്ളവരുണ്ടാവും. റമദാൻ മാസത്തിൽ ലൈലത്തുൽ ഖദർ എന്നൊരു ദിവസം നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ദിവസങ്ങളിൽ പോലും നമ്മൾ എത്ര കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താലും പടച്ച റബ്ബ് നമ്മുടെ ദുആ സ്വീകരിക്കുകയില്ല. നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താലും നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല. അതിന് കാരണം 4 അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഉടനടി നിങ്ങൾ മാറ്റിക്കോളി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദുആയ്ക്കും ഉത്തരം കിട്ടുകയുമില്ല, നിങ്ങളുടെ ഇബാദത്ത് സ്വീകരിക്കുകയുമില്ല. നിങ്ങൾ എത്ര മാന്യമായി നടന്നു കഴിഞ്ഞാലും, നിങ്ങൾ എത്ര പാവമാണെന്ന് പറഞ്ഞാലും പടച്ച റബ്ബിന് നിങ്ങളുടെ ഇബാദത്തും ദുആയും ആവശ്യമില്ല. നിങ്ങൾ ഇതിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ചോളി. റമദാൻ ലാസ്റ്റ് 10 ഒറ്റയിട്ട ദിവസങ്ങളിൽ രാവുകളിൽ നമുക്ക് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാം. അന്ന് ദുആ ചെയ്യാം, നമ്മുടെ പാപങ്ങൾ പുറത്തു തരും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ രാപ്പകൽ ഉറക്കൊഴിഞ്ഞ് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല, നമുക്ക് ലൈലത്തുൽ ഖദർ കിട്ടുകയില്ല എന്ന് കേൾക്കുമ്പോൾ സങ്കടം തന്നെയല്ലേ? നമുക്കത് സഹിക്കാൻ കഴിയില്ല. നമ്മൾ അള്ളാഹുവിനോട് എത്ര ദുആ ചെയ്താലും, നമ്മൾ റമദാൻ മുഴുവൻ നോമ്പ് നോറ്റാൽ അതിനൊന്നും ഒരു പ്രതിഫലം ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം നഷ്ടപ്പെടും പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. എന്നിട്ട് പടച്ച റബ്ബിനോട് തൗബ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. അള്ളാഹു കരുണ കാണിക്കുന്നവനാണ്. നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. നമ്മുടെ ദുആയിലൂടെ നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ദുആ സ്വീകരിക്കാത്ത വിഭാഗങ്ങൾ ഏതെന്ന് മുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആളുകളുടെ അടയാളങ്ങൾ ഞാനിവിടെ പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തേത് കള്ളുകുടിയന്മാർ, കള്ളു നിർത്താതെ കുടിക്കുന്നവർ. അള്ളാഹുവിനോട് തൗബ ചെയ്യും, വീണ്ടും കള്ളു കുടിക്കും. ഇതുപോലെ ചെയ്യുന്നവരും ഇതിൽപ്പെടും. നിർത്താതെ കള്ളു കുടിക്കുന്നവരുടെ, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും കള്ളു കുടിച്ച് നടക്കുന്നവരുടെ ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല. അവൻ്റെ പാപം അള്ളാഹു പുറത്തു കൊടുക്കില്ല. രണ്ടാമത്തേത് മാതാപിതാക്കളെ വേദനിപ്പിക്കുക, മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഇടുക, അവരെ കരയിപ്പിക്കുക, അവരെ ദുഃഖിപ്പിക്കുക എന്നിങ്ങനെ ചെയ്യുന്നവർ അള്ളാഹു ദുആ സ്വീകരിക്കുകയില്ല. മാതാപിതാക്കളോട് എന്ന് പോലും പറയാൻ പാടില്ല എന്നാണല്ലോ. അപ്പോൾ അവരെ നമ്മൾ സംരക്ഷിക്കുക. അവരെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുആയ്ക്ക് ഉത്തരം കിട്ടും. അവരുടെ പ്രാർത്ഥനയാണ് നമുക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വലുത്. മൂന്നാമത്തെ ഒരു കാര്യമാണ് പിണക്കം സൃഷ്ടിക്കുന്നവർ. കുടുംബക്കാരും അയൽവാസികളും അതുപോലെ നാട്ടുകാരുമായിട്ടും ഏതെങ്കിലും തരത്തിൽ പിണക്കമുള്ളവർ, അവർക്ക് ദുആ സ്വീകരിക്കുകയില്ല. നമ്മുടെ മുത്ത് ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആയുടെ സദസ്സിൽ ആരെങ്കിലും കുടുംബത്തിൽ പിണങ്ങിയവരുണ്ടെങ്കിൽ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോട്, എന്നാലേ ദുആ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നൊരു സഹാബി എഴുന്നേറ്റ് പോയിട്ടുമുണ്ട്. ഈ കഥയൊക്കെ നമുക്ക് അറിയാവുന്ന കഥയാണ്. അള്ളാഹു പ്രത്യേകം പറയുന്നുണ്ട്, കുടുംബക്കാരുമായിട്ടും ഏതെങ്കിലും വകയിൽ പിണക്കമുള്ളവർ ഉണ്ടെങ്കിൽ അത് അവരുമായിട്ട് മാപ്പ് പറഞ്ഞിട്ട് നമ്മൾ പൊരുത്തപ്പെടിയിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എന്നാലാണ് നമ്മുടെ ദുആ സ്വീകരിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ എത്ര ആലിമാണ്, മുഖം മറച്ചിട്ടും കയ്യിൽ ഷോക്സ് ഇട്ടിട്ടും കാലിൽ ഉറയിട്ടിട്ടും നടന്നിട്ട് കാര്യമില്ല. മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് നിങ്ങൾ എത്ര ദുആ ചെയ്ത് കഴിഞ്ഞാലും ലൈലത്തുൽ ഖദറും ഒരു രാത്രിയും നിങ്ങൾക്ക് കിട്ടുകയില്ല. നിങ്ങളുടെ 30 നോമ്പും ബാത്തിലായി എന്ന് തന്നെ പറയാം. ആരോടെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അവരെ നേരെയാക്കിക്കോളി, അല്ലെങ്കിൽ നിങ്ങളുടെ ദുആയ്ക്ക് ഉത്തരം കിട്ടുകയില്ല. നിങ്ങൾ അവരോട് പോയിട്ട് അനങ്ങിയിട്ട് അവർ നിങ്ങളോട് അനങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല. പിന്നെ അവരും പടച്ചറബും ആയിക്കോളും. പടച്ചറബിനോട് ദുആ ചെയ്താൽ മതി. ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം ചിലർ കുടുംബത്തിലുണ്ടാവും, ചില ഒറ്റപ്പുള്ളികൾ നമ്മളുമായിട്ട് വഴക്കിട്ടിട്ട് നമ്മളോട് പിന്നീട് അനങ്ങുകയില്ല. നമ്മൾ അനങ്ങിക്കഴിഞ്ഞാലോ പുളിച്ച തെറിയും പറയുന്നവരുണ്ടാവും. ഇങ്ങനെയുള്ളവരോട് നമ്മൾ അങ്ങോട്ട് അനങ്ങിക്കഴിഞ്ഞാൽ അവർ അനങ്ങുന്നില്ലെങ്കിൽ പിന്നെ അവിടെ മുട്ടാൻ പോവണ്ട. പടച്ചറബിനോട് ദുആ ചെയ്താൽ മതി. മനസ്സിൽ പകയില്ലാതിരിക്കുക. നാലാമത്തെ ഒരു കാര്യമാണ് അള്ളാഹു പുറത്തു തരാത്ത ഒരു കാര്യമാണ്. അള്ളാഹുവിനോട് നിങ്ങൾ എത്ര ദുആ ചെയ്താലും അള്ളാഹു പുറത്തു തരില്ല. നിങ്ങൾ കുറ്റം പറഞ്ഞെങ്കിൽ, മറ്റുള്ളവർ അറിയാതെ അവരുടെ ഇറച്ചി തിന്നുന്ന സ്വഭാവം നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ മാറ്റിക്കോ. നിങ്ങൾ പകൽ മാന്യനെ പോലെ നിങ്ങൾ
എല്ലാവരുടെ മുന്നിലും മാന്യനും മുഖം മറച്ചിട്ടും എല്ലാം നിങ്ങൾ നടക്കും. നല്ല ദീനീബോധത്തിൽ 5 വക്ത് നിസ്കാരം നിസ്കരിക്കും, നോമ്പ് നോക്കും. പക്ഷെങ്കിൽ അയൽവാസികളെ കുറിച്ചിട്ടും കുടുംബക്കാരെ കുറിച്ചിട്ടും ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചിട്ടും കുറ്റം പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ പൊരുത്തപ്പെടിക്കണം. എന്നാലാണ് നിങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ആ ഒരു വ്യക്തി തെറ്റുകാരാണെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കാണാത്ത കാര്യം കേൾക്കാത്ത കാര്യം വിശ്വസിച്ച് ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തി അവരുടെ മനസ്സ് നോവിച്ച് കഴിഞ്ഞാൽ അതിനുള്ള കുറ്റവും കൂടി നിങ്ങൾക്ക് കിട്ടും. അവരുടെ പൊരുത്തവും കിട്ടണം. എന്നാലേ പടച്ച റബ്ബിന് നിങ്ങളുടെ ദുആ ആവശ്യമുള്ളൂ. ഒരു വ്യക്തിയെയും കരയിപ്പിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ പടച്ച റബ്ബ് തന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ പടപ്പുകളാണ് എല്ലാവരും. അടുത്തൊരു കാരണം, നിങ്ങളുടെ ദുആ അള്ളാഹു തട്ടിക്കളയാനുള്ള കാരണം, നിങ്ങൾ കാരണം അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കണ്ണുനീർ മുസല്ലക്ക് മുകളിൽ വീണെങ്കിൽ, ഈ ഭൂമിക്ക് പതിഞ്ഞെങ്കിൽ അത് കാരണം നിങ്ങളുടെ ദുആ അള്ളാഹു തട്ടിക്കളയും. ആ വ്യക്തിയുടെ പൊരുത്തം കിട്ടണം. നിങ്ങൾ എത്ര മാന്യനായി നടന്നാലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ദുആ തട്ടിക്കളയുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ജീവിതത്തിൽ ശ്രദ്ധിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് പ്രത്യേകം നിങ്ങൾ ഷെയർ ചെയ്യുക. എന്നിട്ട് പരസ്പരം എല്ലാവരും നന്നാവുക, ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.